വയലിൻ തന്ത്രികൾ കൊണ്ട് മഴവില്ല് വിരിയിച്ച കലാകാരനാണ് ഐമനം പ്രദീപ്. നീറുന്ന അനുഭവങ്ങളിലൂടെ കടന്നുപോയപ്പോഴും കലയെ ഹൃദയത്തോട് ചേർത്ത് വെച്ചു. പ്രശസ്തിയുടെയും പുരസ്കാരങ്ങളുടെയും പിന്നാലെ പോകാതെ സംഗീതത്തിനായി മാറ്റിവെച്ച ആത്മസമർപ്പണമാണ് അദ്ദേഹത്തിന്റെ ജീവിതം. കോട്ടയം ജില്ലയിൽ ഐമനം കരയിൽ ഐമനം പ്രദീപാണ് ഇന്ന് നമ്മുടെ അതിഥി. അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്കൊപ്പം നമുക്കും സഞ്ചരിക്കാം. ഐമനം പ്രദീപ് എന്ന കലാകാരനെ കുറിച്ച് കേൾക്കുമ്പോൾ ഒരു തന്ത്രിയുടെ നാദമാണ് മനസ്സിൽ കേൾക്കുന്നത്. വയലിൻ ഒരു സംഗീത മാധ്യമമായി തിരഞ്ഞെടുക്കാനുള്ള പ്രേരണ എന്തായിരുന്നു? 10 വയസ്സിൽ ആണ് സംഗീതം അഭ്യസിച്ചു തുടങ്ങിയത്. വയലിൻ ആദ്യം കോട്ടയം ബാലഭവനിൽ പഠനം ആരംഭിച്ചു. പിന്നെ കലാക്ഷേത്രം എന്ന പ്രശസ്തമായ കോട്ടയത്തെ സ്ഥാപനത്തിൽ കലാക്ഷേത്രം മാത്യു സാറിൻ്റെ കീഴിൽ ആണ് പഠനം ആരംഭിച്ചത്. ഇതിനെല്ലാം പ്രചോദനവും കാരണമായത് എൻ്റെ അച്ഛൻ കഥകളി നടനായിരുന്നു. കൂടാതെ അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റിൽ ഉദ്യോഗസ്ഥനായിരുന്നു. അദ്ദേഹമാണ് എന്നെ ഇതിലേക്ക് കൊണ്ടുവന്നത്. അച്ഛന് വയലിനും മൃദംഗമൊക്കെ വളരെ ഹരമായിരുന്നു, ഭയങ്കര ഇഷ്ടമായിരുന്നു. കഥകളിക്കാരനാക്കാൻ അതിന് കൂടുതൽ സംഗീതത്തിൽ വഴി പോകാനായിരുന്നു അദ്ദേഹത്തിന് താല്പര്യം. അപ്പം മാത്യു സാറും എൻ്റെ അച്ഛനും സുഹൃത്തുക്കളായിരുന്നു. അദ്ദേഹത്തോട് ചോദിച്ചു, എൻ്റെ കുഞ്ഞിനെ പഠിപ്പിക്കാമെന്ന് ചോദിച്ചു. അപ്പം അതിന് പ്രകാരം ആദ്യം ബാലഭവനിലും പിന്നെ കലാക്ഷേത്രത്തിലും എന്നെ ആക്കി. ഏകദേശം ഒരു 10 വയസ്സ് തുടങ്ങി 14 വയസ്സിൽ എൻ്റെ അരങ്ങേറ്റം ഐമനം നരസിംഹ സ്വാമിക്ഷേത്രത്തിൽ വെച്ച് നടത്തുകയുണ്ടായി. അതിനുശേഷം തൃപ്പൂണിത്തുറ RLV മ്യൂസിക് കോളേജിൽ വയലിൻ ഗാനഭൂഷണം പഠിക്കാൻ ചേർന്നു. ഒപ്പം തന്നെ എൻ്റെ സഹോദരൻ ഐമനം സജീവും മൃദംഗത്തിന് വേണ്ടി. അദ്ദേഹം ഞങ്ങൾ ഒരേ സമയമാണ് RLV മ്യൂസിക് കോളേജ് ചേർന്നതും പാസ് ഔട്ടായതും. അതിനുശേഷം ഞാൻ തിരുവനന്തപുരം സ്വാതി തിരുനാൾ സംഗീത കോളേജിൽ ഗാനപ്രവീണ വയലിന് ചേരുകയും മഹാരഥന്മാരായ വയലിൻ അധ്യാപകരെ എനിക്ക് ലഭിക്കുകയും ചെയ്തു. ഞങ്ങളുടെ പ്രൊഫസർ സുബ്രഹ്മണ്യ ശർമ്മ സാർ, അദ്ദേഹം യേശുദാസിൻ്റെ കൂട്ടത്തിൽ സ്ഥിരം വയലിൻ വായിച്ചുകൊണ്ടിരുന്ന ആളാണ് ശ്രീ സുബ്രഹ്മണ്യ ശർമ്മ സാർ. അദ്ദേഹമാണ് എനിക്ക് പ്രധാന ഗുരുവായിട്ട് അന്ന് കിട്ടിയത്. അതിനുശേഷം ഈശ്വരവർമ്മ സാറ്, കിളിമാനൂർ ത്യാഗരാജ് സാറ്, അദ്ദേഹം എനിക്ക് ഒന്നും പറയാം, അദ്ദേഹത്തെ പറ്റി ഓർക്കുമ്പോൾ വളരെ വളരെ സന്തോഷമുണ്ട്. ക്ലാസ് ടൈം കഴിഞ്ഞാൽ പിന്നെ എന്നെ വിളിച്ചുകൊണ്ട് വീട്ടിൽ പോവും. വീട്ടിൽ ചെന്ന് അത് സ്പെഷ്യൽ ക്ലാസ് തരുമായിരുന്നു. ആ കാലഘട്ടത്തിൽ അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു എന്നോട്. തിരിച്ചും അങ്ങനെ ഗാനപ്രവീണ 3 വർഷം ഗാനപ്രവീണ കഴിഞ്ഞു. തിരിച്ച് കോട്ടയത്തേക്ക് വന്നു. കോട്ടയത്ത് വന്ന് അക്കാലത്ത് കോട്ടയത്ത് പ്രശസ്തമായ ഒരു സ്ഥാപനമായിരുന്നു KSS, കൊട്ടാരത്തിൽ ശങ്കുണ്ണി സ്മാരക സംഗീത കോളേജ്. അത് കോടിമത എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു നടത്തിക്കൊണ്ടിരുന്നത്. അവിടെ ഞാൻ അധ്യാപകനായി ചേരുകയും 3 വർഷക്കാലം അവിടെ ജോലി ചെയ്യുകയും ചെയ്തു. അക്കാലത്ത് നിറയെ കച്ചേരികൾക്ക് പോയിക്കൊണ്ടിരുന്ന സമയം കൂടിയാണ്. ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് തന്നെ സംഗീത കച്ചേരികൾക്ക് വയലിൻ അകമ്പടിക്ക് പോകുമായിരുന്നു. ജയവിജയന്മാരുടെ, അതായത് KG ജയൻ, പത്മശ്രീ KG ജയൻ സാറിനോടൊപ്പം ഏകദേശം ഒരു 30 വർഷം കാലഘട്ടം ഞാൻ തുടർച്ചയായിട്ട് വയലിൻ വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എൻ്റെ സഹോദരൻ ശ്രീ ഐമനം സജീവും മൃദംഗവും ഞാൻ വയലിനും. അങ്ങനെ ഒരു 30 വർഷക്കാലം അദ്ദേഹത്തിൻ്റെ കച്ചേരി മാത്രം. ഈ ജയനുമായിട്ടുള്ള അനുഭവങ്ങൾ, ഓർമ്മകളൊന്ന് കുറച്ചുകൂടെ വ്യക്തമാക്കാമോ? ജയൻ സാറിൻ്റെ മൂത്ത മകൻ, അത് മനോജ് കെ ജയൻ്റെ ചേട്ടൻ ബിജു കെ ജയൻ, അദ്ദേഹവും ഞാനും ഒരേ കാലഘട്ടത്തിൽ RLV മ്യൂസിക് കോളേജിൽ പഠിച്ചതാണ്. അദ്ദേഹം സംഗീതവും ഞാൻ വയലിനും. അപ്പോൾ അദ്ദേഹം ആണ് ശരിക്കും എന്നെ ഈ ജയൻ സാറിനെ കൂടുതൽ അടുപ്പിക്കാൻ കാരണം. അദ്ദേഹത്തിൻ്റെ വിവാഹത്തിന് എൻ്റെ വയലിൻ ഫ്യൂഷനായിരുന്നു വെച്ചിരുന്നത്. അപ്പോൾ അത് കേട്ടിട്ട് അദ്ദേഹം ഭയങ്കര എന്തോ മനസ്സിൽ കുറിച്ചിട്ടു. ഈ പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷം വീട്ടിലേക്ക് വിളിപ്പിച്ചു. കച്ചേരിക്ക് കൂട്ടത്തിൽ വായിക്കാനുള്ള സംവിധാനം എല്ലാം ഇതാക്കി. പിന്നെയുള്ള കച്ചേരി കംപ്ലീറ്റ്, അതായത്
ഈ മരിക്കുന്ന കാലഘട്ടം വരെ ചെയ്തിട്ടുള്ള എല്ലാ കച്ചേരികൾക്കും ഞാൻ തന്നെയാണ് കൂട്ടത്തിൽ വെച്ചത്. റെക്കോർഡിങ്സ്, എല്ലാ റെക്കോർഡിങ്ങുകൾക്കും തിരുവാഭരണം, ശ്രീകോവിൽ നടന്നു എന്ന ഗാനം ഉൾപ്പെടെയുള്ള എല്ലാത്തിനും ഞാൻ തന്നെയാണ് വയലിൻ വായിച്ചിരിക്കുന്നത്. എൻ്റെ സഹോദരൻ ഐമൻ സജീവ് മൃദംഗം, കുമരകം ഗണേഷ് ഗോപാൽ ഘടം, കോട്ടയം എസ് മുരളീധരൻ മോർശങ്ക, ഐമൻ രാധാകൃഷ്ണൻ തബല. അങ്ങനെ ഞങ്ങളൊരു ടീമായിട്ട് വർഷങ്ങളോളം സാറിൻ്റെ ഒപ്പം കച്ചേരികൾക്ക് പോയിക്കൊണ്ടിരുന്നു. ഒപ്പം തന്നെ മറ്റു പലർക്കും വായിച്ചിട്ടുണ്ട്. നെയ്യാറ്റിൻകര വാസുവൻ സാറ്, എടുത്തു പറയേണ്ട പത്മഭൂഷൺ TV ശങ്കരനാരായണൻ സാറ്, ദക്ഷിണാമൂർത്തി സ്വാമി, ശ്രീ ബ്രഹ്മാനന്ദൻ, P ജയചന്ദ്രൻ സാറ്, അങ്ങനെ നിരവധി ആൾക്കാർക്ക്, ഓമനക്കുട്ടി ടീച്ചറ്, മാധവി സത്യമൂർത്തി, അങ്ങനെ എല്ലാ ആൾക്കാർക്കും കച്ചേരികൾക്ക് വായിച്ചുകൊണ്ടിരുന്ന ഒരു സമയമുണ്ടായിരുന്നു. ഈ കാലഘട്ടത്തിൽ ജയൻ സാറിൻ്റെ വാത്സല്യം എന്ന് വേണമെങ്കിൽ പറയാം. പുതുതുല്യനായിരുന്നു അദ്ദേഹം. എൻ്റെ അച്ഛന് തുല്യമായിരുന്നു. ഞങ്ങളെ അതുപോലെ എല്ലാ കച്ചേരിക്കും കൊണ്ടുപോകുമ്പം ഇടത് സൈഡിൽ വയലിൽ ഞാനും, വലത് സൈഡിൽ മൃദംഗം സജീവും. ഞങ്ങൾ കൊണ്ടിരുത്തുന്നത് ഞങ്ങളുടെ കൈ പിടിച്ചാണ് ഇരിക്കുന്നത്. എണീക്കുന്നത് ഞങ്ങൾ എണീപ്പിക്കും. അപ്പോൾ ഒരു വണ്ടിയിൽ യാത്ര, ഒരു കച്ചേരി സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് കിട്ടുന്ന എല്ലാ പരിഗണനകളും ഞങ്ങൾക്കും കിട്ടണം എന്ന ശാഠ്യം പിടിച്ചിരുന്നു. ഇപ്പം ഒരു റൂം തന്നെ കിട്ടും. AC റൂം ആണെങ്കിൽ എൻ്റെ കുഞ്ഞുങ്ങൾക്കും AC റൂം വേണമെന്ന് പറയും. ഫുഡ് അദ്ദേഹം കഴിക്കുന്ന അതേ ഗ്രേഡിലുള്ള ആഹാരം ഞങ്ങൾക്കും ഉണ്ട്. എല്ലാം കൊണ്ടും എല്ലാ പരിഗണനയും തന്ന് ഒരു അച്ഛന് തുല്യം ഞങ്ങളെ സ്നേഹിച്ചിരുന്ന ആളാണ് ശ്രീ KG ജയൻ. അദ്ദേഹമാണ് ശരിക്കും പറഞ്ഞാൽ കർണാടക സംഗീത രംഗത്ത് ഞങ്ങൾക്ക് വേണ്ട എല്ലാ പ്രോത്സാഹനവും. ഇപ്പം എന്തെങ്കിലും അറിയപ്പെടുന്നുണ്ടെങ്കിൽ അതിന് കാരണഭൂതനായിട്ടുള്ളത് ശ്രീ KG ജയനാണ്. പിന്നെ എൻ്റെ അച്ഛൻ KG ജയൻ സാറുമായിട്ട് നല്ല സൗഹൃദമായിരുന്നു. അപ്പം അച്ഛൻ്റെ അവിടെയുള്ള ആ സ്നേഹവും ഞങ്ങൾക്കിതൊരു പോസിറ്റീവായി വന്നു. ഞങ്ങളുടെ വീട്ടിൽ വരുമായിരുന്നു, അദ്ദേഹം വരുമായിരുന്നു. ഓരോ കച്ചേരി കഴിഞ്ഞും കൊണ്ട് വീട്ടിൽ കൊണ്ടുവിടും. ചില ദിവസങ്ങളിൽ ഞങ്ങൾ വീട്ടിൽ വന്ന് വിളിച്ചുകൊണ്ട് പോകും. അങ്ങനെയൊക്കെ എന്താ പറയുന്ന ഒരു കുടുംബാംഗത്തെ പോലെ കരുതി ഞങ്ങളെ കൊണ്ടു നടന്ന ആളാണ് ശ്രീ KG ജയൻ സാർ. പിന്നെ ആ സമയത്ത് തന്നെ കൈതപ്പുറം ദാമോദരൻ നമ്പൂരി സാറിന് ഞാൻ കച്ചേരികൾക്ക് വായിച്ചുകൊണ്ടിരുന്നു. ആ സമയത്ത് അദ്ദേഹം മ്യൂസിക് തെറാപ്പി ചെയ്തുകൊണ്ടിരുന്ന സമയമാണ്. ഇപ്പോൾ ഒരു കച്ചേരി കോട്ടയം ജില്ലയിലുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് നമ്മുടെ കോട്ടയം മെഡിക്കൽ കോളേജിൻ്റെ ക്യാൻസർ വാർഡുമായിട്ട് ബന്ധപ്പെട്ട് അവരെ അങ്ങോട്ട് ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ ഒരു സ്റ്റേജ്, അല്ലെങ്കിൽ ഇവർക്ക് വേണ്ടിയിട്ട് ഒരു കച്ചേരി നടക്കുക, അല്ലെങ്കിൽ അവർക്ക് വേണ്ടി തെറാപ്പി ചെയ്യുക, അതിനൊപ്പം ഞാനും പ്രവർത്തിച്ചിരുന്നു. മൃദംഗവും വയലിനും എല്ലാം വെച്ചിട്ട് അവർക്ക് വേണ്ടി സ്വാതന്ത്ര്യ സംഗീതം ഒരുക്കിയിരുന്ന ആളാണ് ശ്രീ കൈതപ്പുറം ദാമോദരൻ സാർ. അതും നല്ല ഓർമ്മകളാണ്. പത്തനംതിട്ട ജില്ലയിൽ ചെന്നാൽ അവിടുത്തെ ജില്ലാ ആശുപത്രിയിലോ ആശുപത്രികളുമായി ബന്ധപ്പെട്ടാണ് കൂടുതലും ആ പ്രോഗ്രാമൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അത് സാന്ത്വനമായിരുന്നു രോഗികൾക്ക്. മ്യൂസിക് തെറാപ്പിയെ നന്നായി പ്രൊമോട്ട് ചെയ്ത ആളാണ് കൈതപ്ര സാർ. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ കഴിവ് പരമാവധി ഇതിനുവേണ്ടി യൂട്ടിലൈസ് ചെയ്ത ആളാണ് ശ്രീ കൈതപ്പുറം ദാമോദരൻ നമ്പൂരി സാർ. പിന്നെ നമുക്ക് പ്രത്യേകം പറയാനുള്ളത് ദക്ഷിണാമൂർത്തി സ്വാമി, സംഗീത കുലപതി എന്ന് വേണം പറയാം. അദ്ദേഹം പിതാമഹൻ എന്നൊക്കെ വേണം വിശേഷിപ്പിക്കാവുന്ന അദ്ദേഹത്തിൻ്റെ കൂട്ടത്തിൽ നിരവധി കച്ചേരികൾക്ക് വായിക്കാനുള്ള മഹാഭാഗ്യം ലഭിക്കേണ്ടതായിട്ടുണ്ട്. അതൊക്കെ ഓർക്കുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭാഗ്യമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അദ്ദേഹം താളമൊന്നും പിടിക്കത്തില്ല. ആ നോട്ടം ഇരിപ്പും കണ്ടു കഴിയുമ്പം തന്നെ നമ്മൾ വിറച്ചു പോകും. അന്നൊക്കെ നമുക്ക് അത്ര എക്സ്പീരിയൻസും അല്ലായിരുന്ന കാലഘട്ടമാണെന്ന് ഓർക്കണം. അപ്പം ഒരു നോട്ടം നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ചൂളിപ്പോവും. പക്ഷെ താളവും പിടിക്കത്തില്ല, താളം കാണിച്ചു തരത്തില്ല, നമ്മളങ്ങ് വായിക്കുക. പക്ഷെ ഭാഗ്യം കൊണ്ട്, ഗുരുത്വം കൊണ്ട് ഒരു കുഴപ്പമൊന്നും സംഭവിച്ചിട്ടില്ല. അദ്ദേഹം അപ്രീഷിയേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളെ നല്ലത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അങ്ങനെ ആ കാലഘട്ടം അങ്ങനെ വന്ന് ഇന്നത്തെ ഇളം തലമുറ വിജയ് യേശുദാസിൻ്റെ അരങ്ങേറ്റത്തിന് ഞാനാണ് വായിച്ചത്. കോട്ടയം സൂര്യകാലടി മനയിൽ അദ്ദേഹം പാടിയപ്പോൾ ഞാനാണ് വയലിൻ വായിച്ചത്. അന്ന്
ദാസാർ നേരിട്ട് വിളിക്കുകയും എൻ്റെ മോൻ അരങ്ങേറ്റം ചെയ്യാൻ പോകുന്നൊക്കെ പറയുകയും അങ്ങനെ സംസാരിക്കുന്ന ഒരു ഇതുണ്ടായിട്ടുണ്ട്, സംഭവം വരെ ഉണ്ടായിട്ടുണ്ട്. അപ്പം നമുക്ക് മഹാഭാഗ്യം, ഈ സംഗീതം കൊണ്ട് എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭാഗ്യങ്ങൾ വന്നു ചേർന്നിട്ടേ ഉള്ളൂ. നമ്മൾ ഒന്നും തേടിപ്പോയിട്ടില്ല, ഇങ്ങോട്ട് വന്ന് ചേർന്ന മഹാഭാഗ്യങ്ങളാണ് ഇതൊക്കെ. അതായത് ഇന്ന് ഒത്തിരി ദുഃഖങ്ങൾ നമുക്ക് ജീവിതത്തിലുണ്ട്, പക്ഷെ അതിനെല്ലാം സന്തോഷകരമായി മാറ്റാനായിട്ട് ഈ സംഗീതം, മ്യൂസിക് അത് വലിയൊരു കാരണമായി തീർന്നിട്ടുണ്ട്. എൻ്റെ മകൻ 23-ാമത്തെ വയസ്സിൽ ഒരു അപകടം, വെള്ളത്തിൽ വീണാണ് മരിച്ചു. പക്ഷെ അത് ദുഃഖമുണ്ട്, അതിയായ ദുഃഖമുണ്ട്, ഓർക്കുമ്പോഴൊക്കെ ഉണ്ട്. എങ്കിൽ കൂടിയും അതിനെയൊക്കെ തരണം ചെയ്യാനായിട്ട് എനിക്ക് ഈ ഒരു പാട്ട് പാടുമ്പോഴോ അല്ലെങ്കിൽ ഈ സംഗീതത്തിലൂടെ അതിലൊക്കെ തരണം ചെയ്യാനായിട്ട് എനിക്ക് പറ്റിയിട്ടുണ്ട്. അത് സംഗീതത്തിൻ്റെ സവിശേഷതയായിട്ട് ഞാൻ കരുതുകയാണ്. പിന്നെ ജീവിത ദുഃഖങ്ങൾക്കും സന്തോഷമുള്ള സമയത്തും സംഗീതം ഉപയോഗിക്കാം എന്നുള്ള ആ ഒരു സത്യം ഞാൻ തിരിച്ചറിഞ്ഞു. ആരോഗ്യപരമായ കാരണങ്ങളാൽ 10 വർഷക്കാലം സംഗീത രംഗത്ത് നിന്ന് വിട്ടുനിന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ പ്രതിസന്ധി കാലത്തെ എങ്ങനെയാണ് അതിജീവിച്ചത്? ആരോഗ്യ കാരണങ്ങൾ എന്ന് പറയുമ്പോൾ അത് ഗുരുതരമായിട്ട് തന്നെയുള്ളൊരു വിഷയമായിരുന്നു. കാരണം ഞാൻ ജയൻ സാർ തന്നെ ജയവിജയുടെ കച്ചേരി മള്ളിയൂർ കച്ചേരി കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിൽ വന്ന് പിറ്റേ ദിവസം പെട്ടെന്ന് ബോധം പോവുകയും കോട്ടയം മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ആക്കുകയും ചെയ്തു. അപ്പം VL ജയപ്രകാശ് സാർ, വയലിനൊക്കെ വായിക്കുന്ന ഡോക്ടറാണ് VL ജയപ്രകാശ് സാർ. അദ്ദേഹമാണ് എൻ്റെ രോഗം കണ്ടുപിടിച്ചത്. ഹാർട്ട് ഫെയിലിയറാണ് എൻ്റെ ഹാർട്ട്, അത് ഹൃദയ പരാജയമാണ്. ഹാർട്ട് മാറ്റി വെക്കണം എന്നാണ് ആദ്യം പറഞ്ഞിരുന്നത്. പക്ഷെ അത് അക്കാലഘട്ടത്തിൽ വളരെ പ്രയാസകരമാകും, പണച്ചെലവും വളരെ കൂടുതലാണ്. അദ്ദേഹം തന്നെ പറഞ്ഞു, നമുക്ക് കുറച്ച് മരുന്നുകൾ കഴിച്ച് മുന്നോട്ട് പോവാം. അങ്ങനെ വെറും 20% എനിക്ക് പമ്പിങ് ഉണ്ടായിരുന്നു ഹാർട്ട് ഇതുള്ള. അതിൽ നിന്നും ഉയർത്തി ഒരു ഏകദേശം 50% തന്ന ഡോക്ടർ VL ജയപ്രകാശ് സാറിനെ ഞാൻ ഈ സമയം ഓർക്കുകയാണ്. അദ്ദേഹം എനിക്ക് ജീവൻ തിരിച്ചു തന്ന ഒരു മഹാവ്യക്തിയാണ്. ഈ കോട്ടയം മെഡിക്കൽ കോളേജിലെ ഹൃദ്രോഗ വിദഗ്ധനായ ശ്രീ VL ജയപ്രകാശ് സാർ. അദ്ദേഹത്തെ എനിക്ക് മറക്കാൻ സാധിക്കത്തില്ല. അത് ദൈവതുല്യം കാണുന്ന ഒരു വ്യക്തിയാണ് സാറ്, ജയപ്രകാശ് സാർ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പിന്നെ കൊറോണ, ആ സമയത്താണ് കൊറോണ കാലഘട്ടം. ജീവിതം അവിടെ തകിടം മറിഞ്ഞ ഒരു സമയമാണ് മൊത്തത്തിൽ. അതായത് നമുക്കിപ്പം SP ബാലസുബ്രഹ്മണ്യം സാറിൻ്റെ മരണമൊക്കെ ആ സമയത്ത് ഉണ്ടാകുന്നു. അതിനുശേഷം വിശ്രമിക്കുന്ന സമയത്താണ് എൻ്റെ സുഹൃത്ത് ശ്രീ സുജിത്ത്, അദ്ദേഹത്തിൻ്റെ വൈഫ് ദീപ സുജിത്ത്, അവർ ഖത്തറിലാണ്, വർഷങ്ങളായിട്ട് ഖത്തറിലെ എഞ്ചിനീയറാണ്, ഖത്തർ എയർവേസിലെ എഞ്ചിനീയറാണ് സുജിത്ത്. അദ്ദേഹം എന്നെ വന്ന് കാണുകയും എൻ്റെ ഇവിടെ സഹോദര വീട്ടിലായിരുന്നു ഞാൻ താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അവിടെ വന്നിട്ട് പറഞ്ഞു, ഖത്തറിൽ ഒരു അക്കാഡമിയിൽ ജോലി റെഡിയായിട്ടുണ്ട്, പോരാനുള്ള ക്രമീകരണം എല്ലാം ചെയ്യുകയാണ്, പോരാൻ പറ്റുമെന്ന് ചോദിച്ചു. ഞാൻ സന്തോഷമായിട്ട് സ്വീകരിച്ചു. അങ്ങനെ ഖത്തറിലേക്ക് പോവുകയും അവിടെ സ്വസ്തി എന്ന അക്കാഡമിയിൽ ഞാൻ കുറേ നാൾ വർക്ക് ചെയ്തു. അവിടെ സംഗീതവും കർണാട്ടിക് മ്യൂസിക്കും വയലിനും അഭ്യസിച്ചിരുന്നു. കുറേ അധികം സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു. അതിനുശേഷം അവിടെ വെച്ച് തന്നെ ഒരു ഹാർട്ടിന് വീണ്ടും ഒരു പ്രോബ്ലം ഉണ്ടായി. ഒരു 6 മണിക്കൂർ ബോധം പോവുകയും ഹോസ്പിറ്റലിൽ, അവിടുത്തെ ഏറ്റവും വലിയ ഹോസ്പിറ്റലാണ് ഹമദ്, അവിടെ കൊണ്ടുപോയി 2 മാസത്തോളം ഞാൻ അവിടെ അഡ്മിറ്റായിരുന്നു. അപ്പം ഹാർട്ടിൽ ICD എന്ന ഒരു മിഷൻ ഇംപ്ലാന്റ് ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ. അപ്പം അതിൻ്റെ സഹായത്തോടു കൂടിയാണ് ഇപ്പം ഞാൻ എൻ്റെ ഹൃദയം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ കാലഘട്ടത്തിലൊക്കെയും ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നു സംഗീതം സംഗീതം സംഗീതം. പക്ഷെ അത് ഈ സംഗീതത്തിന് ഇവിടെ എല്ലാ സ്ഥാനമുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ചിന്തിച്ച് കഴിഞ്ഞപ്പോൾ ഒരു നാട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് സ്വപ്നം കണ്ടിരുന്നു. അപ്പം അതിന് സഹായിച്ചത് നമ്മുടെ സുജിത്ത്, ഖത്തറിലെ എഞ്ചിനീയർ സുജിത്ത് കോട്ടയത്ത് മനോഹരമായ ഒരു സ്ഥലം കണ്ടെത്തുകയും അവിടെ സ്കൂൾ ആരംഭിക്കുകയും ചെയ്തു. ഞാൻ വന്നിട്ട് ഇപ്പോൾ ഒരു 6 മാസത്തേ ആയുള്ളൂ. 6 മാസം സ്കൂള് വന്നു കിടന്ന സ്കൂൾ തുടങ്ങി. 7 നോട്ട്സ് എന്നാണ് സ്കൂളിൻ്റെ പേര്. അവിടെ ഇപ്പം അനേകം കുട്ടികൾ
വയലിൻ അഭ്യസിക്കുന്നുണ്ട്. നല്ല രീതിയിൽ പ്രവർത്തിച്ചു വരുന്ന ഒരു സ്കൂളാണ് സെവൻ നോട്ട്സ്. കലാക്ഷേത്രത്തിലെ പഠനകാലം ഓർത്തെടുക്കുമ്പോൾ കലാക്ഷേത്രം അതിനു ചുറ്റും ഉള്ള മഹാരഥന്മാരായ ആൾക്കാർ, കലാക്ഷേത്രം മാത്യു സാർ ഉൾപ്പെടെയുള്ള തിരുവാർപ്പ് ശിവൻചേട്ടന്, വേളൂർ കൃഷ്ണൻകുട്ടി സാറ്, അങ്ങനെ ഒത്തിരി ആൾക്കാർ കലാക്ഷേത്രവുമായി ബന്ധപ്പെട്ട് എനിക്ക് പരിചയപ്പെടാനും എൻ്റെ ഗുരുതുല്യരായിട്ടും ഉണ്ട്. കലാക്ഷേത്രം എന്ന ഈ സ്ഥാപനത്തിൽ നിന്നും പഠിച്ചിറങ്ങിയിട്ടുള്ള വയലിൻകാരെ ഇന്ന് കോട്ടയത്തും കേരളത്തിലും ഭൂരിഭാഗവും ഉള്ളൂ എന്ന് തന്നെ പറയാം. പേരെടുത്ത വയലിനിസ്റ്റുകളെല്ലാം തന്നെ കലാക്ഷേത്രവുമായി ബന്ധപ്പെട്ടും മാത്യു സാറിൻ്റെ ശിഷ്യന്മാരാണ്. ശരിക്കും പറഞ്ഞു മാത്യു സാറിൻ്റെ ശിഷ്യന്മാരാണ് ഇന്ന് വായിക്കുന്നവർ. CS അനുരൂപ്, അദ്ദേഹത്തെ അറിയില്ലാത്ത ആൾക്കാരിൽ നിന്ന്, അതുപോലെ തന്നെ പേരെടുത്തവർ കുറേയുണ്ട്, ആൾക്കാരുണ്ട്. അവരെല്ലാം തന്നെ മാത്യു സാറിൻ്റെ ശിഷ്യന്മാർ. അതിൽ ഒരാളാകാനായിട്ടുള്ള ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട്. മാത്യു സാറിൻ്റെ ചെറുപ്പത്തിൽ 10 വയസ്സ് മുതൽ ഞാൻ പഠിച്ചതെന്ന് പറഞ്ഞു. മാത്യു സാറിൻ്റെ വാത്സല്യമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, വാത്സല്യ നിധിയാണെന്ന് തന്നെ പറയാം. മാത്യു സാറ് പഠനത്തെക്കാൾ ഉപരി നമ്മുടെ എല്ലാ കാര്യങ്ങളും ഒരു അച്ഛന് തുല്യം നമ്മളെ ശ്രദ്ധിക്കുകയും നമ്മളെ നന്മ പറഞ്ഞു തരികയും ചെയ്തിരുന്ന ഒരു മഹത് വ്യക്തിയാണ് മാത്യു സാർ. കലാക്ഷേത്രം മാത്യു സാറിന് മധു എന്നുള്ള പേരും കൂടെയുണ്ട്. കാരണം കലാക്ഷേത്രം ഈ ക്ഷേത്രങ്ങളിലൊക്കെ പ്രോഗ്രാം അവതരിപ്പിക്കണമെങ്കിൽ അക്കാലത്ത് വലിയ പ്രോബ്ലമായിരുന്നു. അപ്പം പേര് മാറ്റി മധു എന്നുള്ള പേരിൽ ക്ഷേത്രങ്ങളിലും അദ്ദേഹം പ്രോഗ്രാം ചെയ്തിരുന്നു. പിന്നെ ഹാർമോണിയം, അസാധ്യമായിട്ട് ഹാർമോണിയം പ്ലേ ചെയ്തിരുന്ന ഒരു വ്യക്തിയാണ് ശ്രീ കലാക്ഷേത്രം മാത്യു സാറ്. അതുപോലെ വായ്പാട്ട് നന്നായിട്ട് പാടുമായിരുന്നു സാറ്. വായ്പാട്ട്, ഹാർമോണിയം, വയലിൻ, ഞങ്ങളൊക്കെ വയലിനാണ് പഠിപ്പിച്ചിരുന്നത്. എങ്കിൽ തന്നെയും പാടിപ്പിക്കുക, നന്നായിട്ട് പാട്ട് കൈകാര്യം ചെയ്യാൻ അദ്ദേഹം പ്രേരിപ്പിച്ചിരുന്നു. സംഗീതം പാടിയെങ്കിലേ വയലിലൂടെ അതിന് പൂർണ്ണത വരുമെന്ന് അദ്ദേഹം എപ്പോഴും നിർബന്ധം കാണിച്ചിരുന്ന ഒരു വ്യക്തിയാണ് മാത്യു സാറ്. അച്ഛനെ കുറിച്ച് പറയുമ്പോൾ അച്ഛനൊരു കഥകളി നടനായിരുന്നല്ലോ. അച്ഛനുമായിട്ടുള്ള ആ ഒരു ഓർമ്മകൾ, ഈ രാഗങ്ങൾ എനിക്ക് പരിചയപ്പെടുത്തുന്നത് അച്ഛൻ തന്നെയാണ്. കഥകളിയിലെ രാഗങ്ങൾ, കഥകളി പദത്തിലെ രാഗങ്ങളും കർണാടക സംഗീതത്തിലെ ഈ രാഗങ്ങളുമായിട്ട് താരതമ്യം ചെയ്ത് അച്ഛൻ കോട്ടയം ജില്ലയിൽ എവിടെ സംഗീത കച്ചേരി ഉണ്ടെങ്കിലും കഥകളി ഉണ്ടെങ്കിലും എന്നെ കൊണ്ടുപോയി അവിടെ കാണിക്കുകയും കേൾപ്പിക്കുകയും ചെയ്തിരുന്നു. ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രം, തിരുനക്കര, തിരുവല്ല, ചെങ്ങന്നൂര്, അങ്ങനെയുള്ള എല്ലാവിധ വൈക്കം, അങ്ങനെയുള്ള എല്ലാ ക്ഷേത്രങ്ങളുടെയും മെയിൻ കച്ചേരികളും നല്ല നല്ല പ്രോഗ്രാം വരുമ്പോഴെല്ലാം അച്ഛൻ ഞങ്ങളെ കൊണ്ടുപോയി ഫ്രണ്ടിൽ ഇരുത്തി രസകരമായിട്ടുള്ള ഒരു മസാല ദോശ അച്ഛൻ എവിടെ പോയാലും അതെനിക്കിഷ്ടമെന്നറിയാം. അപ്പോൾ ആ ഒരു പ്രലോഭനമാണ് കേട്ടോ. അപ്പോൾ അച്ഛന് വാങ്ങിത്തരും. അപ്പം ആ മസാല ദോശയ്ക്ക് വേണ്ടിയിട്ടും പോയിട്ടുണ്ട് കേട്ടോ ഒരു കാലഘട്ടത്തിൽ. അപ്പം അച്ഛൻ്റെ സൈക്കോളജിക്കലായിട്ടുള്ള ആ ഇടപെടലായിരിക്കും അത്. എന്നാലും അച്ഛൻ ഭയങ്കരമായിട്ട് എന്നെ സഹായിച്ചിട്ടുണ്ട് ഈ കാര്യത്തിൽ. രാഗങ്ങൾ കച്ചേരി കേട്ടോണ്ടിരിക്കുമ്പോൾ ചെവി പറയും, ഇവിടെ ഇത് ആനന്ദഭൈരവിയാണ് കേട്ടോ, ഇത് ആനന്ദഭൈരവി രാഗം, ഇത് തോടിയാണ്, കല്യാണിയാണ്, അങ്ങനെ ഓരോന്നും പറഞ്ഞ് കഥകളി കണ്ടുകൊണ്ടിരിക്കുമ്പോഴും പറയും ഇന്ന് ഈ പദം ഇന്ന രാഗത്തിലാണ്. അങ്ങനെ പറഞ്ഞ് ഈ രാഗങ്ങളെക്കുറിച്ച് അച്ഛൻ നമുക്ക് പറഞ്ഞു തരികയും നല്ല ഒരു എന്താ പറയുക സഹായം ചെയ്തിട്ടുണ്ട് അച്ഛൻ്റെ കഥകളി. പിന്നെ അതുമൂലം ഒത്തിരി ബന്ധങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ശ്രീ ശങ്കരൻ എംബ്രാന്തിരി, വെൺമണി ഹരിദാസ്, പിന്നെ കലാമണ്ഡലം ഹൈദരാലി ആശാൻ, ഇവരൊക്കെ അച്ഛൻ്റെ സുഹൃത്തുക്കളായിരുന്നു. ഇവരുടെ എല്ലാം കഥകളിപ്പതൊക്കെ ചേരുകയും എനിക്ക് വയലിൻ വായിക്കാനുള്ള അവസരം കിട്ടിയിട്ടുണ്ട്. ലാസ്റ്റ് ഹൈദരാലി ആശാൻ മരിക്കുന്നതിന് മുമ്പ് ഏറ്റുമാനൂർ ഓണന്തുരുത്ത് എന്ന ക്ഷേത്രമുണ്ട്, അവിടെ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം, അവിടെ ഇദ്ദേഹത്തിൻ്റെ കഥകളിപ്പതൊക്കെ ചേരുകയും ഞാനാണ് വയലിൻ വായിച്ചത്. അപ്പം അങ്ങനെ കഥകളി രംഗത്തും അച്ഛൻ്റെ ബന്ധം, അച്ഛൻ്റെ ഇതുകൊണ്ട് എനിക്ക് ഒത്തിരി ഗുണങ്ങളുണ്ടായിട്ടുണ്ട്.
അച്ഛന് കൂടാതെ അച്ഛന് അഗ്രികൾച്ചർ, അത് കൃഷി വകുപ്പിലെ ഉദ്യോഗസ്ഥനായിരുന്നു. അച്ഛൻ ശരിക്കും പറഞ്ഞാൽ ജോലി ഒരു ഉപജീവനം മാത്രമായിരുന്നു. പക്ഷെ ഉപവാസിച്ചിരുന്നത് കഥകളിയായിരുന്നു. ജോലി രണ്ടാമതെന്ന് വേണേൽ പറയാം. പക്ഷെ അച്ഛന് എവിടെ കഥകളി ഉണ്ടല്ലോ അച്ഛൻ പോകും. സാമ്പത്തികമല്ല, അച്ഛൻ അങ്ങോട്ട് പൈസ ടാക്സി പിടിച്ചിട്ടാണെങ്കിലും അച്ഛൻ പോയി കഥകളി കഴിഞ്ഞിട്ട് വെളുപ്പിനെ വന്ന് ഓഫീസിൽ പോകും. അങ്ങനെ ഒരു വ്യക്തിയായിരുന്നു എൻ്റെ അച്ഛൻ. അയ്മനം കരുണാരൻകുട്ടിയിൽ നിന്ന് അന്നത്തെ സ്ത്രീവേഷ ചെയ്തിരുന്ന ആളാണ്. കുടമാളൂർ കരുണാകരനാശാൻ്റെ ശിഷ്യനാണ്. അച്ഛൻ്റെ സതീർത്ഥത്തിലാണ്. അച്ഛൻ്റെ കൂടെ ആ കാലഘട്ടത്തിലാണ് മാത്തൂർ ഗോവിന്ദൻകുട്ടി ആശാനെ, കുടമാളൂർ അപ്പുക്കുട്ടനെ, ഇവരൊക്കെ അച്ഛൻ്റെ കൂട്ടുകാരാണ്. നമ്മുടെ മുരളി കൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ അച്ഛനാണ് മാത്തൂർ ഗോവിന്ദൻകുട്ടി. അങ്ങനെ ഈ എന്നെ കലയിലേക്ക് കൊണ്ടുവന്നതും കലയിൽ നിലനിർത്തിയിരുന്നതും തൃപ്പൂണിത്തുറ ആറുവല്ലി മ്യൂസിക് കോളേജിൽ സംഗീതം പഠിക്കാൻ വിട്ടതും സ്വാതിനാഥ കോളേജ് വിട്ടതും എല്ലാം അച്ഛൻ്റെ മഹാമനസ്സ് ഒന്നുകൊണ്ട് മാത്രമാണ്. അച്ഛനാണ് ശരിക്കും പറഞ്ഞ എന്തെങ്കിലും ഇപ്പം ഞാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെല്ലാം കാരണമായിട്ടുള്ള എൻ്റെ അച്ഛൻ തന്നെയാണ്. വയലിനിൽ ആവിഷ്കരിക്കുന്ന രാഗങ്ങളും സവിശേഷതകളും ഒന്ന് വിശദീകരിക്കാമോ? വയലിൻ എന്ന് പറഞ്ഞത് ഒരു ഉപകരണം. അത് ശരിക്കും പറഞ്ഞ ഒരു ശിശുവാണ് ഞാൻ ആ കാര്യത്തിൽ. ഒന്നും പറയാൻ മാത്രം. സംഗീതത്തെക്കുറിച്ച് നമുക്ക് അറിയാമല്ലോ, സംഗീതം മഹാസമുദ്രമാണ്, ആകാശമാണെന്നൊക്കെ പറഞ്ഞാൽ അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞാൽ സത്യം തന്നെയാണ്. പക്ഷെ ഒരു ജന്മം പോരാ സംഗീതത്തെക്കുറിച്ച് പറയാനോ പ്രവർത്തിക്കാനോ. ഒരു ജന്മം കൊണ്ട് ഒന്നും ആകത്തില്ല. എങ്കിലും എനിക്കറിയാവുന്ന കുറച്ച് എൻ്റെ കൊച്ചറിവ് ഞാൻ പങ്കുവയ്ക്കാം. സംഗീതം ശാസ്ത്രമാണ്. അപ്പം ഈ സംഗീതത്തിൽ ഓരോരുത്തരും അവരുടെ ഭാവനയ്ക്കനുസരിച്ചാണ് സൃഷ്ടികൾ നടത്തുന്നത്, സംഗീത സൃഷ്ടികൾ നടത്തുന്നത്. ഇപ്പം ഞാൻ കല്യാണി രാഗം വായിക്കുന്നു. ആ കല്യാണി രാഗം എൻ്റെ ഭാവനയ്ക്കനുസരിച്ചുള്ള കല്യാണിയായിരിക്കും. അതേസമയത്ത് മറ്റൊരു മഹദ്വതി വായിക്കുമ്പോൾ അത് അവരുടെ ഭാവനയ്ക്കകത്ത്. ഇതിൽ ഏറ്റക്കുറച്ചുകളുണ്ടാകാം, ഭാവനയിലും അതിൻ്റെ പ്രകടിപ്പിക്കുന്നതിലും എല്ലാം ഉണ്ടാവും. പക്ഷേ ഞാൻ പഠിപ്പിക്കുമ്പോൾ ഞാനിപ്പോൾ ശ്രദ്ധിക്കാറുള്ള സ്വരസ്ഥാനങ്ങൾ, അതായത് ഈ 12 ഒരു ഒക്ടേവിൽ ഒരു സ്ഥായിയിൽ 12 നോട്ട്സാണുള്ളത്. ആ 12 നോട്ട്സിനെ കുറിച്ചും ഞാൻ കൃത്യമായിട്ട് പറഞ്ഞ് ഒരു ഇതുണ്ടാക്കിയിട്ടാണ് എൻ്റെ സ്റ്റുഡൻസിനെ പഠിപ്പിക്കുന്നത്. പിന്നെ ഗമകം എന്ന് പറഞ്ഞാൽ കൈയുടെ ചലനങ്ങളാണ്. ഈ ചലനങ്ങൾ ഇത് ഭാരത സംഗീതത്തിൽ ഇന്ത്യൻ മ്യൂസിക്കിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഗമകം എന്ന് പറഞ്ഞത്. അത് ഹിന്ദുസ്ഥാനിയിലും കർണാട്ടിക്കിലാണെങ്കിലും ഗമകങ്ങൾ, ചലനങ്ങൾക്ക് പ്രാധാന്യമുണ്ട്. അത് ഞാൻ പഠിപ്പിക്കുമ്പോൾ ഞാൻ വളരെ ശ്രദ്ധിക്കാറുള്ള കാര്യം സ്വസ്ഥാനങ്ങളും ഗമകങ്ങളും. അത് ഞാൻ പ്രത്യേകം പറഞ്ഞ് ചെയ്യിക്കാറുണ്ട്. കാരണം പലരും അതിനെപ്പറ്റി ചിന്തിക്കാറ് പോലുമില്ല. എന്തൊക്കെയോ ചെയ്യുന്നു, എന്തൊക്കെയോ പാടുന്നു, അങ്ങനെയൊക്കെയുള്ള രീതിക്കാണ് പോകുന്നത്. പക്ഷേ ഈ ആരോഹണക്രമം അവരോഹണക്രമം ഗമകങ്ങൾ കൃത്യമായിട്ടും പാലിച്ചെങ്കിൽ അതിൻ്റേതായിട്ടുള്ള ഭാവം നമുക്ക് കിട്ടത്തുള്ളൂ. ഒരു രാഗത്തിൻ്റെ ഭാവം വരണമെങ്കിൽ ആരോഹണക്രമത്തിലും അവരോഹണക്രമത്തിലും എങ്കിലും 10 വിധം ഗമകങ്ങളാണ് കർണാട്ടിക് മ്യൂസിക്കിലുള്ള. ദശവിധ ഗമകങ്ങളാണ്. 2 എണ്ണമെങ്കിലും നമ്മൾ ശ്രദ്ധിച്ചെങ്കിലേ നമുക്ക് ഒരു ഭാവം സൃഷ്ടിക്കാനൊക്കത്തുള്ളൂ. വയലിൻ പക്കമേളം, വയലിൻ ഫ്യൂഷൻ, വയലിൻ സോളോ, ഈ 3 വിഭാഗങ്ങളിൽ ഏറ്റവും കൂടുതൽ സംതൃപ്തി കിട്ടിയത് എവിടെയാണ്? ഇത് 3ഉം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ പക്കമേളം, ഇപ്പോൾ അരങ്ങേറ്റക്കാർ മുതൽ സീനിയേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ വരെ ഞാൻ പോയി വായിക്കാറുണ്ട്. ഇന്നിപ്പം പ്രശസ്തനായ വലിയ സീനിയറായിട്ടുള്ള ഒരു വ്യക്തിക്കാണെങ്കിൽ നാളെ ചിലപ്പോൾ ഒരു അരങ്ങേറ്റം തുടക്കക്കാരനായിരിക്കും വായിക്കുന്നത്. പക്ഷെ ഇതിലെല്ലാം നമ്മൾ അവരെ അകമ്പടി പോവുക എന്നുള്ളതാണ്, അനുഗമിക്കുക എന്നാണ് ഒരു വയലിനിസ്റ്റിൻ്റെ യഥാർത്ഥ കടമ. അല്ലെങ്കിൽ അവൻ ചെയ്യുന്ന പ്രവൃത്തി എന്ന് പറഞ്ഞാൽ കച്ചേരികൾക്ക് അകമ്പടി പോവുക, അതായത് അക്കമ്പനി ചെയ്യുക. അവർ സഞ്ചരിക്കുന്ന വഴിയിലൂടെ മാത്രം സഞ്ചരിക്കുക. നമ്മളുടെ പ്രാഗൽഭ്യം കാണിക്കാനുള്ള വേദിയല്ല അത് ശരിക്കും പറഞ്ഞാൽ. പക്ഷെ അതേ സമയത്ത് സോളോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്വന്തം വേദിയാണത്. നമുക്ക് വായിക്കാനുള്ള എന്തും പ്രകടിപ്പിക്കാനുള്ള നമ്മുടെ അഭിപ്രായങ്ങൾ, നമ്മുടെ
എല്ലാം കാണിക്കാനുള്ള ഒരു ഇതാണ് സോളോ. ഫ്യൂഷൻ എന്ന് പറയുമ്പോൾ അത് അവിടുന്ന് മാറി. അപ്പം ഈ കർണാടക സംഗീതവും ഈ ലളിത സംഗീതം തമ്മിലുള്ള മിക്സിംഗ് ആണ് അവിടെ, സമന്വയമാണ് നടക്കുന്നത്. ഈ ഫിലിം സോങ്സ് ഉണ്ടാകാം, ഭക്തിഗാനങ്ങളുണ്ടാകാം, ഇന്ന് തകർക്കുന്ന പാട്ടുകളുണ്ടാകും, അങ്ങനെ സ്പീഡ് നമ്പേഴ്സുകൾ കാണാം. അങ്ങനെ ഫ്യൂഷന് വേറൊരു രീതിയാണുള്ളത്. ഇതെല്ലാം ഞാനിപ്പോൾ ചെയ്യുന്നുണ്ട്. വേറൊരു കാര്യം പറയാനുള്ളത്, ഇന്നിപ്പോൾ ഈ സംഗീത പരിപാടികളിൽ അധികാരികൾ സമയം കുറയ്ക്കുന്നു. അത് 10 മണിക്ക് ശേഷം പരിപാടി ഒന്നും നടത്താൻ പാടില്ല എന്നൊക്കെയുള്ള ഒരു നിയമമൊക്കെ വന്നു കേരളത്തിൽ. ഈ കൊച്ചു കേരളത്തിലെ ആഘോഷങ്ങൾക്കാണ് നമുക്ക് എന്താ പറയുന്നത്, കേരള സംസ്കാരം തന്നെ പോകുന്നത് ആഘോഷങ്ങളിലൂടെയാണ് അല്ലേ. ഉത്സവം, പള്ളി, പെരുന്നാളുകൾ, ഇതൊക്കെയാണ്. പക്ഷേ ഈ 10 മണിക്ക് ശേഷം നമുക്ക് ചെയ്യാൻ പറ്റുന്ന പറഞ്ഞാൽ പല അവസരങ്ങളും നമുക്ക് നഷ്ടപ്പെടുകയാണ്. 2 പ്രോഗ്രാം ചെയ്യേണ്ട ഇതുണ്ട്. പക്ഷെ അവിടെയൊന്നും ഈ സമയം കുറയ്ക്കുന്ന മൂലം നമ്മൾ അവസരങ്ങൾ നഷ്ടപ്പെടുകയായിരുന്നു. കഴിഞ്ഞ ദിവസം കൊച്ചുകുട്ടി നമ്മുടെ ഗംഗ പ്രോഗ്രാം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അവിടുന്ന് പ്രോഗ്രാം നിർത്തിക്കുന്ന ഒരു ഇതുവരെ വന്നു. അതൊക്കെ വളരെ വേദന ഉണ്ടാക്കിയ ഒരു സംഭവമാണ്. അങ്ങനെയാണ് നമ്മുടെ ഇപ്പോഴത്തെ ഈ കാലഘട്ടത്തിൻ്റെ പോക്ക്. സംഗീതത്തെ പക്ഷെ ആർക്കും തടയിലാക്കത്തില്ല. സംഗീതം, ലോക സംഗീതം, അത് നിർബാധം ഒഴുകിക്കൊണ്ടിരിക്കും. ഒരു നദിയാണ്, ഒരു കടലാണ്, അതിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. അത് അതിൻ്റെ കാലഘട്ടത്തിനനുസരിച്ചുള്ള മാറ്റങ്ങളുണ്ടാവാം. എങ്കിലും ഇതിനൊരു മാറ്റമില്ലാതെ അതിൻ്റെ ഒഴുക്ക് തുറന്നുകൊണ്ടിരിക്കും. സംഗീത ലോകത്തെ യുവതലമുറയെ എങ്ങനെ വിലയിരുത്തുന്നു? എല്ലാവരും കഴിവുള്ളവരാണ്. അപ്പം ഞാൻ യുവാവാണ് കേട്ടോ. തമാശ പറഞ്ഞെങ്കിലും പറയായിരുന്നു. യുവതലമുറയെ വിലയിരുത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മത്സര രംഗമാണ് ഇപ്പോൾ. മത്സരം നല്ലതാണ്, ആരോഗ്യകരമായിട്ടുള്ള മത്സരം നല്ലതാണ്. പക്ഷേ ഈ അപകടകരമായിട്ടുള്ള രീതിയിലേക്ക് കിടക്കുമ്പോഴേ അത് കുഴപ്പമുള്ളൂ. ആരോഗ്യപരമായിട്ടുള്ള മത്സരങ്ങൾ ആവശ്യമാണ്. സംഗീതത്തിലാണെങ്കിലും സ്പോർട്സിലാണെങ്കിലും എല്ലാം അത് നടന്നുകൊണ്ടിരിക്കും. എല്ലാ കാലഘട്ടത്തിലും അതിൻ്റെ മത്സരങ്ങളുണ്ടാവും. പക്ഷേ സംഗീതത്തിന് മൂല്യം നഷ്ടപ്പെടുത്തരുതെന്ന് എനിക്ക് പറയാനുള്ളത്. അതിനൊരു മൂല്യമുണ്ട്. അത് അതിൻ്റെ തനിമ നഷ്ടപ്പെടാത്ത രീതിയിൽ പുതുമ ചെയ്യുക, അത്രയും മാത്രമേ പറയാനുള്ളൂ. ഇന്നും ഓർമ്മകളിൽ മായാതെ നിൽക്കുന്ന ഗാനങ്ങൾക്കൊപ്പം താങ്കൾ ഉണ്ടായിരുന്നു. ആ ഓർമ്മകളൊന്ന് പങ്കുവയ്ക്കാമോ? പ്രധാനമായിട്ടും പറയാനുള്ളത് ജയവിജയ, ആ പേര് തന്നെ വീണ്ടും വീണ്ടും പറയുന്നത്, അത് മറക്കാൻ പറ്റാത്ത ഒത്തിരി അനുഭവങ്ങൾ തന്ന കാലഘട്ടമാണ്. അദ്ദേഹം സാറിൻ്റെ കൂട്ടത്തിലുള്ള KG ജയൻ സാറിൻ്റെ കൂട്ടത്തിലുള്ള പ്രോഗ്രാമുകളും കാര്യങ്ങളും. റെക്കോർഡിങ്ങിൽ പറയാനായിട്ടാണ് ശ്രീകോവിൽ നട തുറന്നു. അതിൻ്റെ ഈസ്റ്റ് കോസ്റ്റ് തിരുവാഭരണം എന്ന് പറഞ്ഞാൽ അതിലെല്ലാം വയലിൻ വായിച്ചിരിക്കുന്ന ഞാനാണ്. ശ്രീകോവിൽ നട തുറന്നു എന്നുള്ള ഗാനമാണ് പ്രശസ്തമായിട്ടുള്ളത്. പിന്നെ മാമലെ വാഴും ശ്രീ മണികണ്ഠ, ആ പാട്ടിൽ ഞങ്ങൾ അഭിനയിച്ചിട്ടുമുണ്ട്. ഒരു ആൽബത്തിൽ സാറിൻ്റെ ഒപ്പം അഭിനയിച്ചിട്ടുണ്ട്. അതിൻ്റെ ഷൂട്ടിങ്ങൊക്കെ മള്ളിയൂർ വെച്ചൊക്കെ ആയിരുന്നു കുറച്ച് കാലങ്ങൾ. ഈ ഈസ്റ്റ് കോസ്റ്റിൻ്റെ തന്നെ തിരുവാഭരണം ആൽബത്തിൽ അഭിനയിക്കുകയും ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ കൂട്ടത്തിൽ. അപ്പോൾ ഈ ഓരോ കച്ചേരിക്ക് പോക്കും ഓരോ നമ്മൾ ടൂർ പോകുന്ന പോലെ, രാവിലെ പാലക്കാടാണേലും കോടിമത പള്ളിപ്പുറത്തുകാവിലാണെങ്കിലും വൈകിട്ട് പോയി കഴിഞ്ഞാൽ വെളുപ്പിനെ വീട്ടിലെത്തത്തുള്ളൂ. അത്രയ്ക്കും ആഘോഷമായിട്ട് തന്നെയാണ് ഈ പ്രോഗ്രാമിന് പോയിക്കൊണ്ടിരിക്കുന്നു. വളരെ രസകരമായിട്ടുള്ള യാത്രകളായിരുന്നു ഓരോ യാത്രയും. കച്ചേരി ദിവസം മാറിപ്പോയിട്ട്, മാസം പോയിട്ട് മാറിപ്പോയി. അടുത്ത മാസം പ്രോഗ്രാം തലേ മാസം ഞങ്ങൾ ഒരു അമ്പലത്തിൽ ചെന്ന അനുഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പം അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേന് ചോദിച്ചു, എൻ്റെ പിള്ളേർ അവർക്ക് ഈ അമ്പലം കണ്ടിട്ടില്ല, അപ്പോൾ അവരെ ഒന്ന് കാണിക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ് സാറ് കോമഡി പറഞ്ഞു. കാരണം അബദ്ധം പറ്റിയതല്ലേ. ഇവരെ ഈ ക്ഷേത്രത്തിൽ ഞങ്ങൾ ഇതുവഴി കടന്നു പോയപ്പോൾ കയറിയെന്നേ ഉള്ളൂ, ഇവിടെയാണ് അടുത്ത മാസം പ്രോഗ്രാം എന്ന് പറയാൻ വേണ്ടി കൊണ്ടുവന്നതാണെന്ന് പറയുകയുണ്ടായിട്ടുണ്ട്. അങ്ങനെ വളരെ വളരെ തമാശ ഉണ്ടായ അനുഭവങ്ങളും ഉണ്ട്. പിന്നെ ശബരിമലയിൽ എല്ലാ മകരവിളക്കിനും ഈ തിരുവാഭരണം വരുന്ന സമയത്ത് ജയവിജയുടെ സംഗീത കച്ചേരി ആയിരിക്കും. അപ്പം വയലിൻ ഞാൻ, എൻ്റെ സഹോദരൻ ഐമൻ സജീവ് മൃദംഗം, ഗണേഷ് ഗോപാൽ ഘടം,
അങ്ങനെ ഞങ്ങൾ ടീമായിട്ടാണ് പോകുന്നത്. ഇവിടുന്ന് ഒരു ട്രാവലർ ടെമ്പോയിലാണ് പോകുന്നത്. ബാനറൊക്കെ പിടിച്ചാണ് പോകുന്നത്. ജയവിജയൻ പാർട്ടി എന്ന് പറഞ്ഞത്. അപ്പോൾ പോലീസുകാർ ഞങ്ങൾക്ക് വഴി തരും. എങ്ങും ഒരു തടസ്സമില്ല. അവിടെ മലയിൽ ചെന്ന് കഴിയുമ്പം വളരെ VIP ട്രീറ്റ്മെൻറ്റാണ്. അവിടെ ഇരിക്കാനുള്ള സൗകര്യങ്ങൾ, ഫുഡ് ഇതെല്ലാം തന്നു. സമയം കച്ചേരി കയറി കഴിഞ്ഞാൽ തിരുവാഭരണം വരുമ്പോൾ നടപ്പന്തലിൻ്റെ അവിടെ വരുമ്പം ഈ കർപ്പൂരത്തിൻ്റെ പുകകൊണ്ട് തന്നെ അവിടെ അന്ധകാരമായിരിക്കും, ഇരുട്ടാവും. അത്ര ഭക്തി നിർഭരമായിട്ടുള്ള ശരണം വിളിയുടെ മധ്യത്തിൽ ഞങ്ങളുടെ ഈ പാട്ടും. അപ്പം വയലിനൊക്കെ അങ്ങ് താത്തു വെക്കും. പിന്നെ സ്വാമി അയ്യപ്പോ അയ്യപ്പോ എന്നുള്ള ശരണം വിളികൾക്കൊപ്പം നമ്മളും കൂടുക സാറിനൊപ്പം. അങ്ങനെ വർഷങ്ങളോളം അദ്ദേഹത്തിൻ്റെ കൂട്ടത്തിൽ ശബരിമല ഞങ്ങൾ പോയിട്ടുണ്ട്. ഇടവും വലവും അദ്ദേഹത്തോട് നടക്കാൻ കിട്ടിയ ഭാഗ്യം, അതൊക്കെ ഈ സമയം ഞാൻ ഓർക്കുകയാണ്. ഇതൊക്കെ ഇനിയൊരു കാലഘട്ടത്തിൽ ആർക്കും കിട്ടാൻ സാധ്യതയില്ലാത്ത, അങ്ങനെ ഉണ്ടാകാത്ത ഒരു വലിയ നിമിഷങ്ങളാണ് കഴിഞ്ഞു പോയത്. പറയുമ്പോൾ എനിക്ക് വിഷമമുണ്ട്, എന്നാൽ ഓർക്കുമ്പോൾ സന്തോഷമുണ്ട്. സംഗീത ലോകത്ത് കുലപതികൾക്കൊപ്പം വേദികൾ പങ്കിട്ട ശ്രീ ഐമനം പ്രദീപ് ഞങ്ങൾ കോട്ടയംകാരുടെ സ്വകാര്യ അഹങ്കാരമാണ്. ദക്ഷിണാമൂർത്തി സ്വാമി മുതൽ ഇളം തലമുറയിലെ വിജയ് യേശുദാസ് വരെ ഉള്ളവരുമായി വേദികൾ പങ്കിട്ട അദ്ദേഹം തൻ്റെ ഓർമ്മകൾ പങ്കുവയ്ക്കുകയായിരുന്നു. സ്റ്റോറി ടെല്ലേഴ്സുമായി നിമിഷങ്ങൾ പങ്കിട്ട അദ്ദേഹത്തിന് ഇനിയും നിരവധി ദൂരങ്ങൾ ഈ കലാകാരന് സഞ്ചരിക്കേണ്ടതായിട്ടുണ്ട്. അദ്ദേഹത്തിന് എല്ലാ വിജയങ്ങളും ആശീർവാദങ്ങളും അർപ്പിക്കുന്നു. നമസ്കാരം.